ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിൻ മാർഗം പാലക്കാടെത്തി. ഞാൻ വന്ന ദിവസം 10-ാം ഉദയമായിരുന്നു. വിഷു കഴിഞ്ഞ് 10-ാം ദിനം. കേരളത്തിൽ ഏറ്റവും ചൂടുള്ള ദിനം. ഈ 10-ാം ഉദയത്തിലാണ് സൂര്യൻ ഏറ്റവും അടുത്ത് നമ്മളെ തേടി വരുന്നത്. അത് നേരെ തലക്ക് മുകളിൽ വരുന്ന ദിനം. ഇത് ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരുമായിരുന്നില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് കയറി കോട്ട മൈതാനത്തെത്തി. അതെ, ടിപ്പു സുൽത്താൻ്റെ കോട്ട മാത്രമല്ല, ടിപ്പു സുൽത്താൻ്റെ മൈതാനവും ഈ കോട്ടയുടെ മുന്നിലുണ്ട്. ഞാൻ കോട്ട കണ്ടതിന് ശേഷം നേരെ റോഡ് ക്രോസ് ചെയ്ത് മൈതാനത്തേക്ക് വന്നു. ഇതാണ് മൈതാനം. ഈ മൈതാനത്ത് ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നവരെ കാണാം. അതെ, ഈ നട്ടുച്ചയ്ക്കും അവർ ക്രിക്കറ്റ് കളിയിലാണ്. അവരോട് ഒരു മൺവെട്ടി എടുത്തിട്ട് ഒന്ന് കിളക്കാൻ പറഞ്ഞാൽ അയ്യോ ചൂട് ചൂട് എന്നും പറഞ്ഞ് അവർ പിന്മാറും. പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ അവർക്കൊരു മടിയുമില്ല. അതെ, രാത്രി വല്ലം കളിച്ചിരുന്നെങ്കിൽ ഈ ചൂട് അറിയാതെ അവർക്ക് കളിക്കാമായിരുന്നല്ലോ. ഇവിടെ ഒരു വഴിയുണ്ട്. ഈ വഴിയിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ സൗകര്യവുമുണ്ട്. ഈ വഴി നീളെ മരങ്ങളാണ്, നല്ല മരങ്ങൾ. ആ മരങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചു. പക്ഷികൾ ധാരാളം ഇതിൻ്റെ മരങ്ങളിലുണ്ട്. പക്ഷേ ഒരണ്ണാനെ ഞാൻ കണ്ടില്ല. ചൂട് കൊണ്ടാണോ അതെൻ്റെ കണ്ണിൽ പെടാതെ പോയതാണോ? ഒറ്റണ്ണാറക്കണ്ണനും ഈ ഭൂമിയിൽ കൂടി ഓടി നടക്കുന്നത് ഞാൻ കണ്ടില്ല. ഇവിടെ ഒരു സ്മാരകം പണിത് വെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇതൊരു പട്ടാളക്കാരുടെ സ്മാരകമാണ്. അവിടെ നിന്ന് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കയറി. ഇനി അടുത്ത യാത്ര മലമ്പുഴ. ഇവിടം വരെ വന്നിട്ട് മലമ്പുഴ ഡാം ഒന്ന് കണ്ട് കളയാം. അതും ഈ ഉച്ചയ്ക്ക് തന്നെ പോകണം. ബസ്സിന് 20 രൂപ കൊടുത്തു. മലമ്പുഴ ഡാമിൽ പോകേണ്ടവർ ഒലവത്തോട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ ഈ ബസ് ഈ ഒലവത്തോട് റെയിൽവേ സ്റ്റേഷനിലും വരും. അവിടെ നിന്ന് കയറിയാലും മതി. അങ്ങനെ ഞാൻ മലമ്പുഴ ഡാമിലെത്തി. ഇവിടെ ഇറങ്ങി ഞാൻ ഒരു ഊണ് കഴിച്ചു. സാധാ ഊണ്, 70 രൂപ. കുഴപ്പമില്ലായിരുന്നു. മീൻ മേടിച്ചില്ല. പക്ഷെ മീൻ മേടിക്കാമായിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു ഡാമിൽ മീൻപിടുത്തമുണ്ട്. അതെ, ആദിവാസികളുടെ പേരിൽ മീൻ പിടിച്ചിട്ട് അദ്ദേഹം പറയണത് ഇപ്പം മത്തായും ശിവനും മുസ്തഫയുമാണ് ഈ മീൻ പിടിച്ച് കാശുണ്ടാക്കുന്നത്. അവർക്ക് എന്തെങ്കിലും കൊടുത്താലായി. അവരുടെ പേരിൽ മീൻപിടുത്തം. അവർക്ക് പേര് മാത്രം. പണപ്പെട്ടി നിറയുന്നത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമുകളുടെയും. അദ്ദേഹം പറഞ്ഞതിലും ഒരു കാര്യമില്ലേ? ഇതാ ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നത് കണ്ടില്ലേ? ടോയ്, പിള്ളേർക്ക് കളിക്കാൻ. അതിപ്പോഴും പ്രവർത്തന സജീവമാണ്. ഞാൻ അങ്ങനെ നടന്നു. ഇവിടെയും ഒരു അണ്ണാറക്കണ്ണനെ ഞാൻ കണ്ടില്ല. നല്ല ഗാർഡനാണ്. എന്താ ഭംഗി! പൂക്കൾ വളരെ കുറവാണെങ്കിലും മരങ്ങൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നു. അതിൻ്റെ ഒരു ശോഭ കാണണമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറണം. ഡാമിൻ്റെ മുകളിൽ ഞാൻ പിടച്ച് കയറി. ആ ഡാമിൻ്റെ ഫോട്ടോ തുടർന്നും വരും. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോഫ്. ഇനിയും തുടർന്ന് കണ്ടാലേ മലമ്പുഴ ബീച്ച് സോറി കേട്ടോ, മലമ്പുഴ ഗാർഡൻ ശരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ബീച്ചിൽ പോയി എൻ്റെ വായിൽ ഇപ്പോഴും ബീച്ചാണ് വരുന്നത്. ഇതാണ് ഗാർഡൻ. 3 ഗാർഡൻ ഇവിടെ ഉണ്ട്, പല പേരിലായി. അടുത്ത വീഡിയോയിൽ ഞാൻ ഗാർഡൻ്റെ പേരുകൾ പറയാം. ഇതിൻ്റെ മുകളിലാണ് ഞാൻ കയറണമെന്ന് പറഞ്ഞത്. ഇതാ ട്രാംകാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഈ ഉച്ച സമയമായതുകൊണ്ട് ആൾക്കാരില്ലല്ലോ. അവർക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ സമയത്താണ് അങ്ങനെ നിശ്ചലമായി കിടക്കുന്നത്. ഇത് അവരുടെ ക്വാർട്ടേഴ്സാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ആരും താമസക്കാരെയും കണ്ടില്ല. ഇതിലെ പേര് വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഉദ്ഘാടകൻ കാമരാജാണ്. 1955 അന്ന് ഈ പാലക്കാട് തമിഴ് സ്റ്റേറ്റിൻ്റെ കൂടെ ആയിരുന്നു. നമ്മൾ
കന്യാകുമാരി വിട്ടുകൊടുത്ത് ഈ പാലക്കാട് നമ്മൾ കൈവശമാക്കി. അങ്ങനെ ഈ ഡാമും നമ്മുടെ കയ്യിലായി. ഇനി തമിഴർ എന്നെങ്കിലും വന്ന് ഈ ഡാമിലെ വെള്ളം ചോദിച്ചാലോ? കൊടുക്കേണ്ടി വരുമോ? അവരവകാശം പറയും. ഇവിടുത്തെ കല്ലിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവകാശം പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതാണ് ആ സ്തംഭം. അതിനകത്ത് അശോകചക്രവും ഉണ്ട്. ഇവിടെ മുഴുവൻ ചുറ്റിക്കറിഞ്ഞ് നടക്കാം. പക്ഷേ വെയിൽ സമയത്ത് പോരല്ലേ. 3-4 മണിക്ക് ശേഷം ചെന്നാലും ഇതിനകത്ത് 7 മണി വരെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം 3 മണിക്ക് ശേഷം ചെല്ലുന്നതായിരിക്കും നല്ലത്. ഈ കാണുന്നതെല്ലാം വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. ആ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഉള്ളിലാണ് പാലക്കാട്. ഈ വെസ്റ്റേൺ ഗാർഡ്സ് പാലക്കാടിന് ചുറ്റിയുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ചൂട് കൂടുതൽ. ബാക്കിയുള്ള കാലാവസ്ഥ നിയന്ത്രിക്കുന്ന കാറ്റുകളൊന്നും പാലക്കാട്ടേക്ക് കയറില്ല എന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞത്. അതെ, പാലക്കാട് ചൂട് കൂടുതൽ തന്നെയാണ്. ആ സെക്യൂരിറ്റിക്ക് വളരെയധികം അറിവുകളുണ്ട്. ആ സെക്യൂരിറ്റിയോട് ഞാൻ കുറേ നേരം സംസാരിച്ച് ഇരുന്നു. ഈ ഡാമിൻ്റെ മുകളിൽ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറിയ കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഇതാണ് ഡാമിൻ്റെ മുകളിൽ. ഈ ഡാമിൻ്റെ മുകളിൽ എല്ലായിടത്തും ഈ റെയിൽവേ ലൈൻ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു സാധനങ്ങൾ റിപ്പയറിങ്ങിന് സിമെൻറ്റും മണ്ണൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കാം. ഇതാ നോക്കൂ, ചുറ്റും ആ മല കാണുന്നില്ലേ? ഇതാണ് പൂന്തോട്ടം. എന്താ ഭംഗി! ഇത് സ്വിറ്റ്സർലൻഡ് തന്നെയാണ്, ആരും സംശയിക്കണ്ട. അല്ലെങ്കിൽ കാശ്മീരാണെന്ന് പറഞ്ഞോളൂ. കാലാവസ്ഥ ഇല്ലെങ്കിലും അന്തരീക്ഷം ഇല്ലെങ്കിലും കാഴ്ചയിൽ കാശ്മീരാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. നിങ്ങൾ മലമ്പുഴ വീണ്ടും കാണാൻ അടുത്ത വീഡിയോയും കാണണേ. പോവാത്തവർ പോകണം. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത്